ഇന്ന് അമ്മയുടെ ദിനമാണ്, മാതാവിന്റെ ദിനം. മാതൃത്വം എന്ന് പറയുന്നത് ശരിക്കും ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഏറ്റവും ധന്യത അനുഭവിക്കുന്ന ഒരു ഫീല് മാതൃത്വമായിരിക്കും. നമ്മുടെ ഉള്ളില് വാത്സല്യം വന്ന് നിറയുന്ന നിമിഷങ്ങളുണ്ട്. അതിനെ പ്രസവിക്കണം എന്നൊന്നുമില്ല. മാതൃത്വം ഉണ്ടാവാൻ പ്രസവിക്കണം എന്ന് യാതൊരു നിർബന്ധമല്ല, സ്ത്രീ ആവണമെന്ന് നിർബന്ധമല്ല. നമ്മുടെ ഉള്ളിലെ കരുണ ഉണരുന്ന നിമിഷങ്ങളിലൊക്കെ നമ്മൾ മാതൃത്വത്തിലാണ്. മാതൃത്വത്തിന് ലാവോത്സു പറയുന്ന വാക്ക് താഴ്വരത എന്നാണ്, വാലി സ്പിരിറ്റ് എന്നാണ്. താഴ്വരത്വം, താഴ്വരത നമ്മുടെ ഹൃദയം വിശാലമാകുമ്പോൾ, കുറച്ചും കൂടിയൊക്കെ ഒരു തണിയുമ്പോൾ, കുറച്ചും കൂടിയൊക്കെ അപ്പുറത്തിരിക്കുന്നവരെയും കൂടി മാനിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുമ്പോൾ, അത്രയ്ക്ക് അങ്ങനെയൊക്കെയാണ്. നമ്മളതിനൊരു ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പുറത്തിരിക്കുന്ന ഒരാളെ എന്നെപ്പോലെ തന്നെ മാനിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവുമ്പോൾ നമ്മൾ മാതൃത്വത്തിലേക്ക് ആദ്യത്തെ പടി എടുത്തു വെക്കുന്നവരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ മാനിച്ചുകൊണ്ട് നമ്മുടെ ശരികള്, നമ്മുടെ ധാർഷ്ട്യങ്ങള്, നമ്മുടെ ഉറപ്പുകള്, നമ്മുടെ ധാരണകള്, നമ്മുടെ ആശയങ്ങള് ഇതിന്റെ മുകളിൽ തന്നെ കെട്ടിപ്പിണഞ്ഞു കിടക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് കുറച്ച് സമയം അപ്പുറത്തിരിക്കുന്ന ഒരാളെ കൂടി കേൾക്കാൻ, മനസ്സിലാക്കാൻ, അറിയാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു മാതൃത്വം വേണം, താഴ്വരത്വം വേണം, താഴ്വരത വേണം, ഒരു വാലി സ്പിരിറ്റ് വേണം. ആ മനസ്സിന്, ആ മാനസികാവസ്ഥയ്ക്ക് നമുക്കൊരു പേരിട്ട് വിളിക്കാമെങ്കിൽ അതിനെ മാതൃത്വം എന്ന് വിളിക്കാം. ജന്മം കൊടുക്കുന്നു എന്നതുകൊണ്ടൊന്നും ആരും മാതാവാകുന്നില്ല. എത്രയോ മക്കളെ പല കാരണങ്ങളാൽ റോട്ടിലും തോട്ടിലും ഉപേക്ഷിച്ചു പോകുന്ന അമ്മമാരുടെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രസവിച്ചു എന്നതുകൊണ്ട് ആരും മാതാവാകുന്നില്ല. അത് ബുദ്ധൻ പറയുന്നത് പോലെ ജന്മം കൊണ്ടല്ല ഒരാളുടെ ജാതി നിശ്ചയിക്കുന്നത്, കർമ്മം കൊണ്ടാണെന്നാണ്. കർമ്മം കൊണ്ടാണ് ഒരാള് മാതൃത്വത്തിലേക്ക് ഉണരുന്നത്, അത് ആണായാലും പെണ്ണായാലും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാന് ഒരു ഏറ്റവും മാതൃത്വമുള്ള ഒരാളെ അനുഭവിച്ചിട്ടുള്ളത്, ഞാൻ പണ്ട് ഒരു ബീരാനോലിയ ഉപ്പാപ്പ എന്ന് പറഞ്ഞിട്ടൊരു സൂഫി എന്ന് ആളുകൾ വിളിക്കുന്ന ഒരു ഉപ്പാപ്പയുടെ കൂടെ കുറച്ച് നാൾ താമസിച്ചിരുന്നു. കുറച്ച് നാൾ അദ്ദേഹം ഒരു റോഡില് ഒരു 4-5 അടി വീതി നീളമുള്ള ഒരു സ്പേസ് ഇങ്ങനെ മണ്ണ് കൊണ്ട് തിട്ട കെട്ടി ഉണ്ടാക്കിയിട്ട് അതിന്റെ സൈഡൊക്കെ ഇങ്ങനെ ഓല കൊണ്ട് കെട്ടിയിട്ട്, മോൾ ഭാഗം മാത്രം ഓല കൊണ്ട് കെട്ടിയിട്ട് സൈഡൊക്കെ തുറന്നു കിടക്കുന്ന ഒരു സ്ഥലത്ത് റോഡ് സൈഡിലാണ് താമസം. ഒരു മുണ്ട് മാത്രമാണ് വേഷം. അപ്പൊ ഇങ്ങനെ കുറച്ച് താടിയൊക്കെ ഉണ്ട്, മുടിയൊക്കെ ഇങ്ങനെ ജട പിടിച്ച് കുറെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിംഹം ഇരിക്കുന്നത് പോലെ അവിടെ അങ്ങനെ ഇരിക്കും. അപ്പൊ നീണ്ടു നിവർന്ന് ഉറങ്ങൊന്നുമില്ല ആള്. പാതിരയ്ക്ക് എപ്പോഴെങ്കിലും ഉറക്കം വന്നു കഴിഞ്ഞാല് അദ്ദേഹം തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് കുറച്ചു നേരം കിടക്കും, പിന്നെ എഴുന്നേൽക്കും. ബാക്കി സമയമൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ കൊട്ടി മേലേക്ക് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പൊ നാട്ടിലുള്ളവരൊക്കെ ഒരു ഭ്രാന്തനാണെന്നാണ് വിചാരിച്ചത്. ഭ്രാന്തായിരിക്കാം, ഭ്രാന്താണല്ലോ സൂഫി എന്ന് പറയുന്നത്. നമ്മള് ഈ സമൂഹം പൊതുവെ പറഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ചട്ടവട്ടത്തിന്റെ പുറത്ത് ജീവിക്കുന്നവരൊക്കെ നമുക്ക് ഭ്രാന്തന്മാരാണല്ലോ. നമുക്ക് റോട്ടിലൂടെ ഒന്ന് പാട്ട് പാടി ഡാൻസ് ചെയ്ത് നടന്നു പോകാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അയാളെ ഭ്രാന്തനായിട്ട് ചിത്രീകരിക്കും. അപ്പൊ നമ്മളുടെ സമൂഹം പറഞ്ഞു വെച്ചിട്ടുള്ള വട്ടത്തിന്റെ പുറത്ത് ജീവിക്കുന്നവരെല്ലാവരും നമ്മൾ ഭ്രാന്തന്മാരെ, അബ്നോർമൽ എന്നാണ് പറയുക. അർത്ഥത്തിൽ ഈ സൂഫികളിൽ നിന്ന് അവധൂതന്മാരെന്നൊക്കെ വിളിക്കുന്നവരൊക്കെ ഭ്രാന്തന്മാർ തന്നെയാണ്. അങ്ങനെ നമുക്ക് അവരെ ഭ്രാന്തന്മാരെന്ന് വിളിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഭ്രാന്തന്മാരോടാണ് എനിക്ക് ഇഷ്ടം. ഈ നോർമലായ മനുഷ്യരെക്കാൾ കുറച്ച് ഭ്രാന്തുള്ള മനുഷ്യരോടാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. നമ്മൾ കുറച്ചൊക്കെ നോർമലായിട്ടൊക്കെ സമൂഹം പറയുന്ന ടാവട്ടത്തിനോട് കുറച്ചൊക്കെ ചേർന്ന് നിന്ന് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഉള്ളു എപ്പോഴും ആ ടാവട്ടത്തിന് പുറത്ത് ഭ്രാന്തമായി നൃത്തം ചെയ്തും പാട്ടുപാടിയും ജീവിച്ച് തീർക്കുന്ന ഒരു മനസ്സായിട്ടാണ് ഞാൻ പേഴ്സണലി ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ സാമൂഹികതയുടെ നിയമങ്ങൾക്ക് പുറത്തുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം റോഡ് സൈഡിൽ ഇരിക്കുന്നു. അപ്പൊ അന്ന് ആ പരിസരത്തുള്ള നല്ല യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യന്മാരൊക്കെ ഞാൻ അവിടെ സൈഡിലിരിക്കുമ്പോൾ, റോഡ് സൈഡിലിരിക്കുമ്പോൾ വരും. അപ്പൊ ഞാൻ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഗുരു നിത്യയുടെയൊക്കെ ആയിരിക്കും. അവരെന്റെ കയ്യിൽ നിന്ന് ആ പുസ്തകമൊക്കെ വലിച്ചു വാങ്ങിച്ചിട്ട് എന്നോട് ചോദിക്കും, തനിക്കൊക്കെ ഭ്രാന്തിലടോ ഇങ്ങനെ അന്ധവിശ്വാസം വളർത്താൻ?
തന്നെ പോലെയുള്ള മനുഷ്യരൊക്കെ ഈ ഗുരു നിത്യേനദിയുടെ പുസ്തകം വായിച്ച് ഇതുപോലെയുള്ള ഭ്രാന്തന്മാരുടെ അടുത്ത് വന്നിരുന്നിട്ട് താനൊക്കെയാണ് ഈ ആളുകളെ വഴിതെറ്റിക്കുന്നതൊക്കെ പറഞ്ഞ് എന്നെ കുറെ ചീത്ത പറയും. ഞാനതൊക്കെ കേട്ടോണ്ടിരിക്കും. കാരണം ഉപ്പാടെ കൂടെയുള്ള ആൾക്കാർ, ഈ ഉപ്പാപ്പാടെ കൂടെ താമസിക്കുന്നവര് എന്നും നാട്ടുകാരെ ഒന്ന് ചീത്ത കേൾക്കേണ്ടി വരും. അപ്പൊ നമ്മളും കേൾക്കേണ്ടി വരും സ്വാഭാവികമായിട്ട്. പക്ഷെ അതൊക്കെ ഒരു രസമാണ് അന്ന്. കാരണം ഇവരുടെയൊക്കെ കൂട്ടത്തിൽ കൂടിയിട്ട് കിട്ടിയിട്ടുള്ള ഒരു തൊലിക്കട്ടി ഉണ്ട്. എന്ത് ചീത്ത കേട്ടാലും ഇങ്ങനെ കൂടായിട്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട് അന്ന്. ഇപ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ മുറിവ് വരും. അതൊരു കൂട്ടത്തിൽ കൂടുമ്പോൾ അറിയാതെ ആ മനസ്സ് നമ്മളിലേക്ക് സംക്രമിക്കൂലോ, അങ്ങനെ വന്നു ചേരുന്നതായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഈ ചളിയും മണ്ണൊക്കെ ഇട്ടിട്ട് ഒരു തിട്ട പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കുറെ വെണ്ണയും പഞ്ചസാരയൊക്കെ ഇങ്ങനെ വെക്കും. വളരെ കാര്യമായ ഗൗരവത്തിൽ എന്തോ ചെയ്യുന്ന പോലെയാണ് അത് ചെയ്യുക. അപ്പോ എവിടുന്നൊക്കെയോ ഉറുമ്പുകൾ ഇങ്ങനെ നിരനിരയായിട്ട് വരും. എന്നിട്ട് ആ പഞ്ചസാരയും ആ നെയ്യും അതൊക്കെ കൊത്തിപ്പെറുക്കിയെടുത്ത് കൃത്യമായി അവരവരുടെ വഴിയിലൂടെ പോകും. അപ്പൊ ആരെങ്കിലും ഒക്കെ ആ ഉറുമ്പിന്റെ അടുത്തേക്ക് വരുമ്പോ ഉപ്പാപ്പ ഏയ് 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 എന്നാക്കും. അതിന്റെ വഴിയിൽ തുടരുത് എന്ന് പറയും. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഉറുമ്പുകളൊന്നും ഒരിക്കലും അവർക്ക് കൃത്യമായൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ അവർ കൃത്യമായിട്ട് വരും, കൃത്യമായിട്ട് പോകും. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ഉറുമ്പിൻ കൂട്ടം വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കൊടുത്താൽ വന്ന പോലെ അവർ തിരിച്ചു പോകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ചിതറിക്കും. നമ്മളൊരു ഉറുമ്പിൻ കൂട്ടം കണ്ടു കഴിഞ്ഞാൽ ഉടനെ വടിയെടുത്ത് അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഉറുമ്പൻ കൂട്ടം ചിതറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പോകാൻ ഒരുപാട് സമയമെടുക്കും. അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് ആ ലൈനിലൂടെ പോകും. അപ്പൊ ഇതൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഉപ്പാപ്പ സമ്മതിക്കില്ല. അപ്പൊ ഉപ്പാപ്പ അവർക്ക് ഈ വെണ്ണ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരുന്നോളണം. അപ്പൊ നമുക്കവിടെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കണം. പക്ഷെ ആ സമയത്ത് ഉപ്പാപ്പാടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു വലിയ കാര്യം, ഒരു അമ്മ തന്റെ മക്കളെ ഊട്ടുന്നത് പോലെയാണ്. നമുക്കത് വളരെ നിസ്സാരമാണ്. കാരണം എന്താ, നമുക്ക് മനുഷ്യന്മാരെ സഹായിച്ചാൽ മാത്രമേ നന്മയായിട്ട് തോന്നൂ. മനുഷ്യനെ സഹായിക്കുന്നതിനെ മാത്രമേ നമ്മൾ ദാനം, നന്മ, മാതൃത്വം, സ്നേഹം, കരുണ, സഹാനുഭൂതി എന്നൊക്കെ പറയാം. ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ വട്ടാണെന്നാ പറയാ. എന്തിന് റോഡ് സൈഡിലൂടെ നടക്കുന്ന പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ കണ്ടാൽ നമ്മൾ വട്ടാണെന്നാ പറയാ. ഇപ്പൊ ഞാൻ തിരുവണ്ണാമലയിലൊക്കെ താമസിക്കുമ്പോൾ തിരുവണ്ണാമലയിലൊക്കെ ചില ഫോറിനേഴ്സ് അവരുടെ TVSന്റെ മുകളിൽ ഒരുപാട് ഭക്ഷണക്കെട്ടുകളായിട്ട് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ നടക്കും. തെരുവിലുള്ള പട്ടികൾക്കൊക്കെ നിർത്തി ആ ഭക്ഷണപ്പൊതിയൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചു കൊടുക്കും. അപ്പൊ നമ്മളെ പോലെയുള്ള യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ അവരെ വിഡ്ഢികളായിട്ടാണ് കാണുക. ഇവർക്കൊക്കെ ഭ്രാന്തില്ലേ എന്ന് ചോദിക്കും. കാരണം നമുക്ക് അങ്ങനെയാണ്. മനുഷ്യനെ ചുറ്റിപ്പറ്റി മാത്രം കരുണയെ വ്യാഖ്യാനിച്ച് ശീലിച്ചവരാണ് നമ്മൾ. മനുഷ്യനെ സഹായിക്കുന്നവരെ മനുഷ്യത്വമുള്ളവർ എന്ന് പറയുന്നവരാണ് നമ്മൾ. മനുഷ്യൻ എന്ന ജീവിയുടെ വെളിയിലേക്ക് ഇപ്പൊ ഫ്ലഡ് ഉണ്ടാകുമ്പോൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മൃഗങ്ങൾക്ക് വേണ്ടി, തെരുവ് പട്ടികൾക്ക് വേണ്ടി, ഇപ്പൊ ഈ ലോക്ക്ഡൌൺ വന്നപ്പോൾ തെരുവ് പട്ടികൾക്ക് വേണ്ടി സംസാരിച്ച ആളുകൾ ഒരുപാടുണ്ട്. അവർ പട്ടിണി എടുക്കേണ്ടി വരും, കടയില്ലാത്തത് കൊണ്ട്, ഹോട്ടലുകളില്ലാത്തത് കൊണ്ട് അവരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ പറയുന്ന ആളുകളെ പുച്ഛിച്ചും പഴിച്ചും ചീത്ത വിളിച്ചിട്ടൊക്കെ പോസ്റ്റുകൾ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്കൊന്നും വേറെ പണിയില്ല എന്ന് വെച്ചിട്ട്. കാരണം നമ്മൾ അങ്ങനെയാണ്. നമുക്കിങ്ങനെ ഈ മനുഷ്യക്കൂട്ടം, മനുഷ്യത്വം, ഈ മനുഷ്യ കേന്ദ്രീകൃതമായി മാത്രം മനുഷ്യനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും മനുഷ്യരിലേക്ക് മാത്രം പകരുകയും ചെയ്യുന്നിടത്താണ് നന്മയിരിക്കുന്നതെന്ന് കരുതുന്നവരാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ കാണുക. അപ്പൊ ഈ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ കഴിച്ച് കൃത്യമായിട്ട് അതൊക്കെ എടുത്തിട്ട് അത് പോകും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കോഴികളുണ്ട് അവിടെ. ഉപ്പാപ്പാടെ അടുത്ത് കൊണ്ടിട്ട് കൊടുത്തിട്ടില്ല. ഉപ്പാപ്പ പിന്നെ വെട്ടിമുറിക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പൊ ഈ കുറെ അരിമണികളുണ്ട്. ആ അരിമണിയൊക്കെ ഇങ്ങനെ സൈഡിൽ വിതറും. അപ്പൊ ഈ കോഴികൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കോഴികൾ ഓടി വരും. അപ്പൊ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ആ കോഴികളൊക്കെ ഉപ്പാപ്പാടെ ചുറ്റും നിന്നിട്ട് ആ അരിമണികളൊക്കെ കൊത്തിപ്പറക്കിയിട്ട് പോകും. അത് കഴിഞ്ഞാല് അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 10-15 പേരുണ്ട് അവിടെ ചുറ്റും ഇങ്ങനെ താമസിക്കുന്നവരൊക്കെ. കുറച്ച് ഭ്രാന്തുള്ള ആൾക്കാര്, മനോരോഗികള്, ഞങ്ങളെപ്പോലെയുള്ള മനോരോഗികളൊക്കെ ഉണ്ട്. ഞങ്ങൾ വേറെ രീതിയിലുള്ള മനോരോഗികള്, ശരിക്കുള്ള മനോരോഗികള് വേറെ, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്. അപ്പോ എല്ലാവർക്കും ഉപ്പാപ്പ ചോറ് വിളമ്പിത്തരും. പാത്രത്തിൽ കുറച്ച് ചോറ്, ആകെ കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പുളിവെള്ളമൊക്കെ ആയിരിക്കും. കുറച്ച് പുളിവെള്ളം, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതിൽ കുറച്ച് പരിപ്പ്, 2 വെണ്ട ഒക്കെ ഉണ്ടായിരിക്കും. അതും ഈ ചോറിട്ട്, നല്ല ചൂടുള്ള ചോറ് ഒരു പാത്രം നിറയെ നിറച്ച് വെച്ച്
ആ ചോറും ആ ആ പുളിവെള്ളം അത്ര രുചിയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം ആ തരുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു തരുന്ന ഒരു മനസ്സ് എല്ലാവർക്കും വിളമ്പി കൊടുക്കും. അതാ ഒരു എന്താ പറയാ, ഒരു സ്വർണ്ണത്തളികയില് അമൃത് വിളമ്പി തരുന്ന പോലെയാണ് ഉപ്പാപ്പ ചോറ് വിളമ്പി തരിക. അങ്ങനെ ആ ചോറൊക്കെ നമ്മള് വാങ്ങിച്ച് കൊണ്ടുപോയി കഴിക്കും. ആകെ വെള്ളമായിരിക്കും, അതിങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഒരു പച്ചമുളകൊക്കെ എവിടുന്നേലും സംഘടിപ്പിക്കും, ഉപ്പൊക്കെ അതൊക്കെ ഇട്ടിട്ടാണ് കഴിക്കുക. ആ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് കഴിക്കും. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് അവസാനമാണ് ഉപ്പാപ്പ ഭക്ഷണം കഴിക്കുക. ലാസ്റ്റ് അവസാനം ബാക്കി ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഭക്ഷണം കഴിക്കും. മാതൃത്വം എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ എൻ്റെ ഉമ്മയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആഴത്തിൽ അത് അനുഭവിച്ചിട്ടുള്ളത്, ചെറുപ്പം മുതലേ. പിന്നെ ഞാൻ അതിൻ്റെ ഏറ്റവും സമഗ്രതയിൽ അനുഭവിക്കുന്നത് അമ്മമാർക്ക് അവരുടെ മക്കളോടാണ് മാതൃത്വം ഉണ്ടാകുക, വളരെ ആഴത്തിലുണ്ടാവുമായിരിക്കും. ഇത് തൻ്റെ ചുറ്റും വന്നു നിൽക്കുന്ന എല്ലാ ജീവജാലങ്ങളോടും മാതൃത്വം തോന്നുന്ന ഒരു ഉള്ള് ഒരു മനുഷ്യന് ഉണ്ടായിട്ട് കാണുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യന് വലിയ ഫിലോസഫി പറയുന്നില്ല, തത്വചിന്ത പറയുന്നില്ല, ഒന്നുമില്ല. അവിടെ എങ്ങനെ ഇരിക്കുന്ന ഒരു ഭ്രാന്തനെ പോലെ ഒരു മനുഷ്യൻ, ലോകത്തെ നന്നാക്കി കളയാമെന്ന ഒന്നുമില്ല. ഈ പ്രകൃതിയിലെ മറ്റ് ഏതൊരു ജീവിയെയും പോലെ ഒരു ജീവിയായിട്ട് ഇരിക്കുന്നു. കഴിയുന്നത്ര തൻ്റെ ചുറ്റുപാടിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഉറുമ്പിന്, കോഴിക്ക്, നായക്ക്, മനുഷ്യർക്ക് ഒരു വ്യത്യാസമില്ല. ആ ഉറുമ്പിന് പഞ്ചസാര ഇട്ടുകൊടുക്കുന്ന അതേ മനസ്സോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് ചോറ് വിളമ്പി തരുന്നത്, കോഴിക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവസാനം അദ്ദേഹവും കഴിക്കുന്നത്. ആ ഒരു കൊടുക്കുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മാതൃത്വം. അതൊരു സ്ത്രീയുടെയോ ഒരു പുരുഷന്റെയോ ഒരു മറ്റ് ജീവജാലങ്ങളുടെയോ ഒന്നും കുത്തകയായിട്ടുള്ള ഭാവമല്ല. അത് എല്ലാ മനുഷ്യരുടെയും ബോധത്തിലിരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സത്യത്തിൽ മാതൃത്വം. ഇന്ന് മാതൃദിനത്തെക്കുറിച്ച് ഞാൻ എഴുതിയപ്പോൾ ഞാൻ ഉമ്മാനെ കുറിച്ചാണ് എഴുതിയതെങ്കിലും എൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞത്, ഇപ്പൊ ഇവിടെ വന്നിരുന്ന് മാതൃത്വത്തെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ വിചാരിച്ചത് ഉമ്മാനെ കുറിച്ച് 2 വാക്ക് പറയാന്നൊക്കെ ആയിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ ആദ്യം വന്ന് നിറഞ്ഞത് ബീരാനോലിയ ഉപ്പാപ്പയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ചെയ്തി എന്നും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു കുളിരായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു താഴ്വരത്വമായിട്ട് നമ്മളിലുള്ളതിനെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് പങ്കുവെക്കുന്ന ബോധാവസ്ഥയ്ക്ക് മാതൃത്വം എന്ന് വിളിക്കാം എന്ന് അനുഭവിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. അതൊരു വലിയ വലിയ ആഴമുള്ള ഒരു അനുഭവമായിട്ട് എന്നും നെഞ്ചിലിരിപ്പുണ്ട്. അപ്പൊ ഇന്നൊരു മാതൃദിനമായപ്പോ എന്താണ് മാതൃത്വം എന്നുള്ള ഒരു ഭാവത്തെ, എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുക മാതൃത്വത്തെ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഉള്ളിലെ വിരിഞ്ഞു വന്ന മുഖം ആ റോഡ് വക്കില് വളരെ ശാന്തനായിട്ട്, ഒന്നും വേണ്ടാത്തവനായിട്ട്, എന്നാൽ തന്നിൽ വന്നു ചേരുന്നതൊക്കെ കൊടുക്കുന്നവനായിട്ടിരുന്ന ആ ദരിദ്രനായ ഫക്കീറാണ്. ധനാഢ്യനായ, ധന്യനായ, സമ്പന്നനായ ആ ഫക്കീറിലാണ് മാതൃത്വത്തിന്റെ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭാവം ഞാൻ അനുഭവിച്ചത്. അതൊരു ഒരു വളരെ ആഴത്തിലുള്ള ഒരു ഓർമ്മയായിട്ടും ഒരു സാന്നിധ്യമായിട്ടും എപ്പോഴും ഇങ്ങനെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. സൂഫി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ശരിക്കും, അല്ലാതെ നൃത്തം ചെയ്യലോ ഒന്നുമല്ല. സൂഫി അല്ലെങ്കിൽ അവധൂതൻ, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ സൂഫി എന്നൊക്കെ പേര് പറയുമ്പോൾ ഇന്നൊക്കെ അത് വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു വാക്കാണ്, കുറെ ടേംസ് ആണ്, എന്തൊക്കെയോ വ്യാഖ്യാനങ്ങളും കുറെ സൂഫി കഥകളും ഒക്കെയാണ്. അങ്ങനെയൊന്നും അല്ല ഞാൻ മനസ്സിലാക്കുന്നത്. സൂഫി എന്ന വാക്ക് പോലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പാപ്പ കേട്ടിട്ടുണ്ടായിരിക്കില്ല, സൂഫിസം എന്ന് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പരിപൂർണമായും തന്നെ തൻ്റെ ചുറ്റുപാടിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന ബോധാവസ്ഥയ്ക്ക് പറയുന്ന പേരായിരിക്കണം ഒരുപക്ഷെ സൂഫി എന്നുള്ളത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും ശുദ്ധിയായിട്ടുള്ളൊരവസ്ഥ. ഇന്നസെൻസ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ കണ്ണിലൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ബോധാവസ്ഥ മാതൃത്വത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു നിർവചനമാണ്. നമുക്കിനി
ഗുരുവിന്റെ കഥയിലേക്ക് വരാം. നമുക്ക് മാതൃദിനത്തെ അവിടെ നിർത്താം. അങ്ങനെ സീതാ മഖീജാനി എന്ന് പറയുന്ന ആ ബോംബെക്കാരി ആയിട്ടുള്ള ഗുരുവിനോട് അധമ്യമായിട്ടുള്ള പ്രേമം തോന്നിയിരുന്ന ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം താൽക്കാലികമായിട്ട് അവിടെ അവസാനിച്ചു. ഈ സമയത്ത് ഗുരു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വളരെ യാദൃശ്ചികമായിട്ട് ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീലങ്കൻ ഹൈക്കമ്മീഷന്റെ ഓഫീസിലേക്കൊന്ന് പോയി. അപ്പൊ ഗുരുവിന് പണ്ട് നമ്മളെ ചെന്നൈയില് ഗുരുനിത്യ പഠിപ്പിച്ചിരുന്ന സമയത്ത് അവിടുത്തെ എഗ്മൂറിലെ മഹാബോധി സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ബുദ്ധിസ്റ്റുകളുടെ ഒരു സെന്ററാണ്. അപ്പൊ അവിടെ ഗുരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവുകയും പോയി അവരുമായിട്ടൊക്കെ പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ബുദ്ധിസമായിട്ടും അവിടെ നിന്ന് സ്ഥിരം ഉണ്ടായിരുന്ന 2 ബുദ്ധിസ്റ്റ് മോങ്കുകളായിട്ടൊക്കെ നല്ല അടുപ്പുണ്ടായിട്ടുണ്ട്. അപ്പൊ അന്ന് അവിടെ പരിചയപ്പെട്ടിരുന്ന ആ ബുദ്ധിസ്റ്റ് മോങ്കുകളെ പിന്നീട് ഗുരു നമ്മൾ പണ്ട് ആലുവയിലെ അദ്വൈതാശ്രമത്തിലെ ഗുരു ലോകമത മഹാസമ്മേളനം നടത്തിയപ്പോൾ ആ 2 ബുദ്ധിസ്റ്റ് മോങ്കുകളെയൊക്കെ അവിടേക്കൊക്കെ കൊണ്ടുവരികയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബുദ്ധിസമായിട്ട് ഗുരുവിന് വളരെ ചെറിയ പ്രായം മുതൽ ബന്ധമുണ്ട്. അപ്പൊ ആ ഒരു ബുദ്ധനോടുള്ള ആ ഒരു അദമ്യമായ സ്നേഹം കൊണ്ട് ബുദ്ധനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു സ്ഥാപനമോ അല്ലെങ്കിൽ അങ്ങനെ വസ്ത്രം ധരിച്ച ആരെങ്കിലോ കണ്ടാലൊക്കെ ഗുരുവിന് ഒരു പ്രത്യേക അട്രാക്ഷനാണ്. കാരണം ഹൃദയത്തിൽ എന്നും ഒരു വെളിച്ചായിട്ട് ഒരു സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോമാണല്ലോ ബുദ്ധ എന്ന് പറയുമ്പോൾ. നമുക്കൊരു മോഡലാണ് ശരിക്കും. ഒരു മനുഷ്യന് മാതൃകയാക്കേണ്ട ഒരു ബോധാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊക്കെ വന്ന് നിറയെ ബുദ്ധന്റെ ഒരു ശില്പമാണ്. കാരണം ബുദ്ധന്റെ ശില്പം നമ്മൾ വെറുതെ നോക്കിയിരുന്നാൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു ശാന്തിയും സൗന്ദര്യവും സ്വാതന്ത്ര്യവും വരും. 3 വരാറുണ്ട്. നല്ലൊരു സമാധാനം തോന്നും, പക്ഷെ നല്ലൊരു സൗന്ദര്യവും തോന്നും. കാരണം ബുദ്ധന്റെ ഒരു ശില്പം ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം പിന്നെ ഡിസൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഒരു ഡിസൈനിങ്ങിന്റെ സെന്ററാക്കി വെക്കാവുന്ന ഒരു ഇമേജ് ആണ് ബുദ്ധ എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള നമുക്ക് മതാതീതമായിട്ടുള്ള നമ്മുടെ എല്ലാ തരത്തിലുമുള്ള കെട്ടുപാടുകളെയും അഴിച്ചു കളയുന്ന ഒരു സ്വാതന്ത്ര്യബോധവും ബുദ്ധന്റെ ഒരു മുഖം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഒരു വളരെ ശാന്തിയും സമാധാനവും സ്വാതന്ത്ര്യവും സൗന്ദര്യവും ഒക്കെ തരുന്ന ഒരു 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 ഉദാത്തമായിട്ടുള്ള ഒരു ഇമേജ് ആയിട്ട് ബുദ്ധൻ എന്ന് പറയുന്ന ഒരു ഭാവം, ഒരു ഇമേജ് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അത് മതമില്ലാത്തവരുടെയും മതമുള്ളവരുടെയും ഒക്കെ എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും ഇത്രയും സ്വാധീനിച്ചിട്ടുള്ള ഒരു ഇമേജ് വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് ലോകത്ത്. അത് വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ ആരും ആവട്ടെ. അപ്പൊ ഗുരുനിത്യയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധ എന്ന് പറയുന്ന ഒരു ഫീലിനോട് അത്രമാത്രം താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എവിടെ കേട്ടാലും അവിടെയൊക്കെ കയറി പോവുക, അവരുടെ കൂടെ ചെലവഴിക്കുക, ആ സ്ഥലത്ത് പോയി നിൽക്കുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ മദ്രാസിലെ എഗ്മോറിലുള്ള മഹാബോധി സൊസൈറ്റിയിൽ പോകും. അപ്പൊ അവിടെയുള്ള ഈ ബുദ്ധ ഭിക്ഷുക്കളായിട്ടൊക്കെ വർത്താനം പറയും, അവരായിട്ട് കുറച്ച് സമയമൊക്കെ ചെലവഴിക്കും ഈ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത്. അപ്പൊ ഇത് വളരെ യാദൃശ്ചികമായിട്ട് ശ്രീലങ്കൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ പോയപ്പോൾ യാദൃശ്ചികമായിട്ട് അവിടെ ഉള്ള ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ശ്രീലങ്കയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ. അപ്പൊ കാവ്യൊക്കെ ധരിച്ചിട്ടാണല്ലോ നടക്കുന്നത്. അപ്പൊ ഗുരുനിത്യയെ സംബന്ധിച്ചിടത്തോളം എവിടെ പോകാനും തയ്യാറാണല്ലോ. പുള്ളി ഇങ്ങനെ സ്വതന്ത്രനായിട്ടിരിക്കുകയാണ്. അപ്പൊ ഗുരുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എത്ര കമ്മിറ്റഡ് ആയിട്ട് എവിടെ നിൽക്കുമ്പോഴും സ്വതന്ത്രമായി താൻ ഏത് സമയവും ഇറങ്ങിപ്പോകും എന്നുള്ളൊരു സ്പേസ്, ആ കമ്മിറ്റ്മെന്റ് ആരായിട്ടുള്ളത് അവരുടെ കൂടെ വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഒരിക്കലും ഒരു സ്ഥാപനത്തിനോടോ അത് നടരാജൂര്യനോടും ഇല്ലാന്ന് നമ്മൾ കുറെ കണ്ടതാണ്. അത് ഒന്നിനോടും ഉണ്ടാവാറില്ല. അപ്പൊ താൻ ഒരു സർവതന്ത്ര സ്വതന്ത്രനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഏത് സമയവും എപ്പോഴും ഇറങ്ങിപ്പോകാവുന്ന ഒരാളായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധത്തെ ആരൊക്കെ ആയിട്ടാണ് അദ്ദേഹം ചേർന്ന് നിൽക്കുന്നത് അവരോടൊക്കെ ആദ്യം അഗ്രിമെന്റ് പറയാറുണ്ട്. അതുകൊണ്ട് ഗുരു പെട്ടെന്ന് ഇറങ്ങി പോകുമ്പോൾ ആർക്കും വിഷമം ഉണ്ടാവാറില്ല. അപ്പോ ശ്രീലങ്കൻ ഹൈക്കമ്മീഷനിൽ നിങ്ങൾക്ക് ശ്രീലങ്കയിലേക്ക് പോണോ എന്ന് അവർ ചോദിച്ചപ്പോ ഗുരുനിത്യക്ക് തോന്നിക്കൊള്ളാലോ പോയേക്കാം. പാസ്പോർട്ടൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിന് ഡിഗ്രിയും PGയും അധ്യാപകനും ഇങ്ങനെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വളരെ ആഴത്തിലുള്ളത് കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടി. അങ്ങനെ കപ്പലില്
പോൾ ഗവാർട്ട് എന്ന് പറയുന്ന ഒരു ബെൽജിയം സുഹൃത്തുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ കൂടെ വരണം എന്ന് തോന്നി. അങ്ങനെ അദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂടെ വരാൻ തീരുമാനിച്ചു. പക്ഷെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. പിന്നെ കുറെ സമയമൊക്കെ പിടിച്ചിട്ടാണ് അദ്ദേഹത്തിന് വേറെ രീതിയിലൊക്കെയാണ് കപ്പലിൽ കയറാനുള്ള ടിക്കറ്റ് ഒക്കെ കിട്ടുന്നത്. ആദ്യം ഗുരു പൈസ കൊടുത്തെങ്കിലും കപ്പലിലേക്ക് കയറി പോലീസ് ആളെ പിടിച്ച് തിരിച്ചു കൊണ്ടുപോയി. ആകപ്പാടെ പ്രശ്നങ്ങളായി. പിന്നെ അദ്ദേഹം ഒരു ഫോറിനർ ആയതുകൊണ്ട് വേറൊരാൾ സഹായിച്ചിട്ടൊക്കെയാണ് പിന്നീട് വരുന്നത്. അങ്ങനെ ഒരു കപ്പലിൽ ആദ്യത്തെ ഇന്ത്യ വിട്ടിട്ടുള്ള ഗുരുനിത്യയുടെ ആദ്യത്തെ യാത്ര പെട്ടെന്നുണ്ടായ, ശ്രീലങ്കൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഒരാൾ നിങ്ങൾക്ക് ശ്രീലങ്കയിലേക്ക് പോണോ എന്ന ഒരു ചോദ്യം ചോദിച്ച ഒറ്റ ചോദ്യത്തിന്റെ മുകളിൽ ശ്രീലങ്ക എന്നാ പിന്നെ പോയാൽ എന്താ എന്ന് തീരുമാനിക്കുകയും അദ്ദേഹം ശ്രീലങ്കയിൽ പാസ്പോർട്ടിനെ തിരിച്ചു വന്ന് എന്നാ പിന്നെ പാസ്പോർട്ട് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ പാസ്പോർട്ട് എടുത്തിട്ട് കപ്പലിൽ കയറി ജസ്റ്റ് ശ്രീലങ്കയിലേക്ക് പോകുന്നു. അപ്പൊ ശ്രീലങ്ക ആയിട്ട് ചെറിയ ഈ കണക്ഷൻ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഈ മഹാബോധി സൊസൈറ്റി ഒക്കെ ആയിട്ടുള്ള കണക്ഷൻ ഉള്ളത് കൊണ്ട് ശ്രീലങ്കയിലുള്ള ചില ബുദ്ധിസ്റ്റ് വിഹാരങ്ങളിലെ ബുദ്ധ ഭിക്ഷുക്കളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ബന്ധപ്പെടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശ്രീലങ്കയിലെ മക്കാർത്ത തെരുവിലുള്ള ഒരു അന്തർദേശീയ ബുദ്ധിസ്റ്റ് ധ്യാന കേന്ദ്രത്തിലേക്ക് ഇദ്ദേഹം പോവുകയാണ്. ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ വിദേശ യാത്ര. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ 2 ബുദ്ധ ഭിക്ഷുക്കള് ഇദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് അപ്പൊ ഈ ബുദ്ധവിഹാരങ്ങളില് മുഴുവൻ വെജിറ്റേറിയൻ ഭക്ഷണമായിരിക്കും എന്ന കാര്യത്തിൽ ഗുരുനിത്യക്ക് ഒരു സംശയമില്ലായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അവർക്ക് നോൺ വെജ് ഇല്ലാത്ത ഒരു ഭക്ഷണമില്ല, മീനില്ലാത്ത ഒരു പരിപാടിയില്ല അവിടെ. മീനോ ഇറച്ചിയോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അത് അദ്ദേഹത്തിന് ഒരു വലിയ പ്രശ്നമായി. അവസാനം ഈ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ, അപ്പൊ ഒരുവിധമൊക്കെ ഭക്ഷണം ഈ മീനിറച്ചൊക്കെ ഒഴിവാക്കിയിട്ടുള്ള എന്തൊക്കെയോ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. അപ്പൊ പിറ്റേന്ന് രാവിലെ ഒരു കഞ്ഞി കുടിക്കാൻ വേണ്ടി സ്ഥലത്തേക്ക് ക്ഷണിച്ചു. അപ്പൊ കഞ്ഞി കുടിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോ കഞ്ഞിയിൽ എന്തായാലും മീനിറച്ചി ഉണ്ടാവില്ലല്ലോ. പക്ഷെ കഞ്ഞി കുടിക്കാൻ ശ്രമിക്കുമ്പോ അതിനൊരു വല്ലാത്ത മണം. നോക്കുമ്പോ അവിടുത്തെ ബുദ്ധിസ്റ്റ് വിഹാരങ്ങളില് കഞ്ഞിയില് ഉണക്കമീന്റെ പൊടി ഇടും. ഉണക്കമീന്റെ പൊടി ഇട്ടിട്ടാണ് അവർ കഴിക്കുക. അപ്പൊ അത്രമാത്രം ഒരു നോൺ വെജ് കമ്മ്യൂണിറ്റിയാണ് ശ്രീലങ്കയിലെ ബുദ്ധിസ്റ്റ് വിഹാരങ്ങളിൽ നിന്നുള്ളത്. ഗുരുവിനെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. എന്നാൽ അതിനോട് വിരോധമൊന്നുമില്ല. ഗുരുവിന് അങ്ങനത്തെ യാതൊരു വിരോധമുള്ള ഒരാളല്ല. എല്ലാ തരത്തിലുമുള്ള ജീവിത ശൈലികളെ അംഗീകരിക്കുന്ന ആളാണ്. അദ്ദേഹം വളരെ വെജിറ്റേറിയൻ ആയിട്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ ഒരുവിധം ഭക്ഷണമൊക്കെ ഒരുവിധം ഈ പറയുന്ന പോലെ ഇദ്ദേഹം ഒരു വെജിറ്റേറിയൻ ആണ് എന്നുള്ളത് കൊണ്ട് അവര് കുറച്ചൊക്കെ വെജിറ്റേറിയൻ താല്പര്യങ്ങളൊക്കെ ഉള്ള അത്തരം ഭക്ഷണങ്ങളൊക്കെ കുറെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഗുരുവിനെ തട്ടിമുട്ടി അവിടെ ജീവിക്കാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോ ഇദ്ദേഹം ഒരു സ്കോളർ ആണല്ലോ. അപ്പൊ അവിടുത്തെ ഒരു വിദ്യാലങ്കാർ സർവകലാശാലയില് ഗുരുനിത്യയുടെ ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് ഈ മക്കാർത്തയിലെ അന്തർദേശീയ ധ്യാന പഠന കേന്ദ്രക്കാർ തന്നെ ഏർപ്പാടാക്കി. ഗുരുവിന്റെ ഒരു ഭാരതീയ ദർശനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പ്രഭാഷണം അവിടെ സംഘടിപ്പിച്ചു. അപ്പൊ ആ പ്രഭാഷണത്തിന് അന്ന് ശ്രീലങ്കയിലുള്ള പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും പ്രൊഫസർമാര്, അധ്യാപകർ, അങ്ങനെ പലതരത്തിലുള്ള ആളുകളും അവിടെ വന്നിരുന്നു അതില് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ അവിടെ പോയി ഗുരു അവിടെ വളരെ നല്ല ഹൃദ്യമായ ഒരു പ്രഭാഷണം കാഴ്ചവെച്ചപ്പോ ഈ വിദ്യോദയ സർവകലാശാലയിലെ ചില പ്രൊഫസർമാർക്ക് ഗുരുവിന്റെ ഈ പ്രഭാഷണം വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ആഴത്തിൽ ഇഷ്ടപ്പെട്ടപ്പോ അവര് ഇദ്ദേഹത്തെ അവരുടെ യൂണിവേഴ്സിറ്റിയിലേക്ക്, വിദ്യോദയ സർവകലാശാലയിലേക്ക് ഒരു ഫാക്കൽറ്റി ആയിട്ട് ക്ഷണിച്ചു. അപ്പൊ എന്താ ക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു ഭാരതീയ ദർശനങ്ങളിലെ സദ്ദർശനങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കണം. അതിനു പകരം അവിടെ നിന്ന് ബുദ്ധിസം ഗുരുനിത്യ പഠിക്കുകയും വേണം. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം മാതിരി. അപ്പൊ ഗുരുനിത്യ അവിടുന്ന് ഷഡ്ദർശനങ്ങൾ, ബുദ്ധിസ്റ്റ് ദർശനങ്ങൾ, ബുദ്ധിസ്റ്റ് ക്ലാസിക്കുകൾ, ബുദ്ധിസത്തിൽ ഒരുപാട് ക്ലാസിക് ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ അവിടുത്തെ വിദ്യോദയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗുരു ഇങ്ങോട്ട് പഠിക്കാനും ഭാരതീയ ദർശനങ്ങളിലെ ഷഡ്ദർശനങ്ങള് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്കും പ്രൊഫസർമാർക്കും ഒക്കെ പഠിപ്പിക്കാനുമുള്ള ഒരു എഗ്രിമെന്റില് ഗുരു അവിടെ ബൗദ്ധ താർക്കികത എന്ന് പറയുന്ന ഒരു വിഷയം പഠിക്കാൻ തീരുമാനിച്ചു. വളരെ യാദൃശ്യമായിട്ട് ഗുരു അവിടുത്തെ ഒരു പ്രൊഫസറായിട്ട് ചേരുകയാണ്. അതാണ് ഒരു ഗുരുവിന്റെ ജീവിതത്തിൽ ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായിട്ടൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു അധ്യാപകനായിട്ട് ചേരുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. അപ്പൊ ഗുരുവിന്റെ എല്ലാ യാത്രകളും, ഈവൻ ഇനി അങ്ങോട്ടേക്ക് ഗുരുവിന്റെ വിദേശയാത്രയുടെ ഒരു തുടക്കമാണിത്. പിന്നീട് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിദേശയാത്രകളും എല്ലാം ഇങ്ങനെ ഒരു ഒന്നും തീരുമാനിച്ചുറപ്പിച്ച രീതിയിലല്ല.
ഇപ്പോ അമേരിക്കയിലേക്ക് ഗുരുനിത്യ പോകുമ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കണം എന്നൊന്നും ഗുരുനിത്യ ആഗ്രഹിച്ചിട്ടില്ല. അമേരിക്കയിലേക്ക് ഒരു ക്ഷണം കിട്ടിയപ്പോൾ അങ്ങ് പോകുന്നതാണ്. പിന്നെ അവിടെ ചെന്ന് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഗുരുനിത്യ അവിടുത്തെ ഒരു പ്രൊഫസറായിട്ട് പോവുകയും അവിടെ വളരെ ആഴത്തിൽ എല്ലാ ബുദ്ധിസ്റ്റ് താർക്കിക ക്ലാസിക് ഗ്രന്ഥങ്ങളും വളരെ ആഴത്തിൽ പഠിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒപ്പം ഇവിടെ ഈ ബുദ്ധിസ്റ്റ് ആശ്രമത്തിൽ താമസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഭിക്ഷു ഗുണരത്ന എന്ന് പറയുന്ന ഒരു ആളായിരുന്നു അവിടുത്തെ മഠാധിപതി, ശ്രീലങ്കയിലെ ബുദ്ധിസ്റ്റ് ആശ്രമത്തിലെ ബുദ്ധിസ്റ്റ് കേന്ദ്രത്തിലെ. അപ്പൊ അവിടുത്തെ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായിരുന്ന സിരിമാവോ ഭണ്ഡാര നായക എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് ഈ ഭിക്ഷു ഗുണരത്നായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു, വളരെ സൗഹൃദം ഉണ്ടായിരുന്നു. അവർ തമ്മിൽ കാണുകയും നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഉപദേശക സമിതിയിലെ അംഗമായിരുന്നു ഈ മഠാധിപതി. ഈ ഭിക്ഷു ഗുണരത്നയ്ക്കാണെങ്കിൽ ഗുരുനിത്യ എന്ന് പറയുന്നത് ഒരു അഭിമാനമാണ്. കാരണം തന്റെ സ്ഥാപനത്തിൽ ഇത്രയും ജ്ഞാനിയായ ഭാരതീയ ദർശനങ്ങൾ ഇത്ര ആഴത്തിലും പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാളുണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമായിരുന്നു. അപ്പൊ ഒരു ഭാരതീയ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന, പ്രത്യേകിച്ച് അദ്വൈത വേദാന്തം പോലെയുള്ള ദർശനങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സന്യാസിയെ ഒരു ബുദ്ധ വിഹാരത്തിലേക്ക് സ്വീകരിക്കാനും ഇദ്ദേഹമായി ഇരുന്നു കൊണ്ട് തന്നെ അവിടെ ബുദ്ധിസ്റ്റുകൾക്കിടയിൽ ജീവിക്കാൻ അന്തരീക്ഷം ഒരുക്കി കൊടുക്കാനും ഒക്കെ ഒരു ബുദ്ധിസ്റ്റുകാരന് കഴിയുന്നു എന്നുള്ളത് ഒരു ബുദ്ധ ദർശനത്തിന്റെ ഒരു മഹത്തായ കാര്യമാണ്. പ്രത്യേകിച്ച് അത് ഭിക്ഷു ഗുണരത്നയുടെ ഒരു വിശാലമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാം. അപ്പൊ ആ സമയത്ത് ശ്രീലങ്കയിൽ വലിയൊരു പ്രശ്നം വന്നു. കാരണം ശ്രീലങ്കയിലുള്ള വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ മുഴുവൻ കത്തോലിക്ക ക്രിസ്ത്യൻ മതവിശ്വാസത്തിന്റെ വിഭാഗമായിട്ടുള്ള കത്തോലിക്കൻസ് ആണ് അവിടെ എല്ലാ തരത്തിലുമുള്ള ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് അവിടുത്തെ ബുദ്ധമത സന്യാസിമാർക്ക് അല്ലെങ്കിൽ ബുദ്ധമത വിശ്വാസികളായിട്ടുള്ള ബുദ്ധമത സന്യാസിമാരായിട്ടുള്ള ആളുകൾക്ക് അതൊരു ഉള്ളിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം അവർ വിചാരിച്ചു ഇവർ ഈ ശ്രീലങ്ക മുഴുവൻ പിടിച്ചടക്കാൻ ഈ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങി ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഈ ശ്രീലങ്ക മുഴുവൻ പിടിച്ചടക്കാനുള്ള ഒരു ഗൂഢ ഉദ്ദേശം ഈ ക്രിസ്ത്യൻ കത്തോലിക്ക സഭയ്ക്കുണ്ട് എന്നുള്ള ഒരു തോന്നല്, ഒരു സംശയം ഈ ശ്രീലങ്കൻ ബുദ്ധിസത്തിന്റെ ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് വളരെ ആഴത്തിലുണ്ടായി. അതൊരു വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയും ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് വരെ എത്തിച്ചേരുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ ഈ ശ്രീലങ്കൻ ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ ശ്രീലങ്കൻ ബുദ്ധിസ്റ്റുകളുടെയും ഒക്കെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ കൂടി വന്നപ്പോ ക്രിസ്ത്യൻ കാത്തലിക്സ് തീരുമാനിച്ചു എന്നാ അവർക്ക് വേണ്ടെന്ന് കരുതിയിട്ട് അവരും ഈ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. നിങ്ങൾ ഇങ്ങനെയാണ് വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇന്ന സ്കൂളുകളും ആരോഗ്യ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടാൻ പോകുകയെന്ന് തീരുമാനിച്ചു. ഇത് ഗവൺമെന്റിനെ വലിയൊരു പ്രതിസന്ധിയിലാക്കി. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ബുദ്ധിസ്റ്റ് സന്യാസിമാര് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റുകളും ഈ ക്രിസ്ത്യൻ മിഷനറിമാരും കാത്തലിക്സും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം ഇങ്ങനെ പുകഞ്ഞ് ഒരു വലിയ ആഭ്യന്തര പ്രശ്നമായിട്ട് മാറിയപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഉള്ള ഒരു അറിയാതെ പ്രധാനമന്ത്രി ഈ സിരിമാവോ ഭണ്ഡാര നായക ഭിക്ഷു ഗുണരത്നയായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തു. അപ്പൊ ഈ വിഷയം ചർച്ച ചെയ്ത സമയത്ത് ഈ ഭിക്ഷു ഗുണരത്ന പറഞ്ഞു നമുക്കിതിൽ രണ്ടിലും പെടാത്ത, ഈ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലും പെടാത്ത ബുദ്ധിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലും പെടാത്ത ഒരാളെ മധ്യസ്ഥനായ ഒരു ജ്ഞാനിയായിട്ടുള്ള ആഴത്തില് കാര്യങ്ങൾ അറിയാവുന്ന മധ്യസ്ഥനായിട്ടുള്ള ഒരാളെ വെച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു വളരെ സന്തോഷമേ ഉള്ളൂ, അങ്ങനെ ഒരാളുണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുനിത്യയെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മധ്യസ്ഥനായിട്ട് വെക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ മീറ്റിംഗ് ഗുരു എന്ത് ചെയ്തു? ആദ്യം ക്രിസ്ത്യൻ കാത്തലിക്സിന്റെ വിഭാഗത്തിലുള്ള ആളുകളെ മൊത്തം വിളിച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തെ ബേസ് ചെയ്തുകൊണ്ട് സൗഹൃദത്തെയും സ്നേഹത്തെയും മനുഷ്യത്വത്തെയും ഏകലോകത്തെയും ഒക്കെ കുറിച്ചിട്ട് ഒരു ഗംഭീര ക്ലാസ് അവർക്ക് കൊടുത്തു, വളരെ കരുണയോടുകൂടി. അങ്ങനെ ബുദ്ധിസ്റ്റ് സന്യാസിമാരെയും അതിന്റെ ഭരണാധികാരികളെയൊക്കെ വിളിച്ചിട്ട് അഷ്ടാംഗമാർഗം, ബുദ്ധന്റെ അഷ്ടാംഗമാർഗത്തെ ബേസ് ചെയ്തുകൊണ്ട് കരുണ, സ്നേഹം, സൗഹൃദം, അറിവ്, ഇത്തരം വിഷയങ്ങളൊക്കെ വെച്ചിട്ടൊരു ക്ലാസ് കൊടുത്തിട്ട് അവരുടെ ഉള്ളിൽ കത്തി നിന്നിരുന്ന ആ വൈരാഗ്യത്തെ, ഓരോരുത്തരുടെയും ഉള്ളിൽ കത്തി നിന്നിരുന്ന വിഭാഗീയതയെ ഒന്ന് തണുപ്പിച്ചു. കാരണം അങ്ങനെയാണല്ലോ, നമ്മൾ എത്ര വലിയ ആശയ സംഹിതയിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും നമുക്കൊരു ത്രെട്ട് വന്നു കഴിഞ്ഞാൽ,
നമുക്കെതിരെ ആരെങ്കിലും വരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ക്രിസ്തു മത വിശ്വാസിയാവട്ടെ, ഇസ്ലാം മത വിശ്വാസിയാവട്ടെ, അദ്വൈതി ആവട്ടെ, ഇനി ആശ്രമ വിശ്വാസിയാവട്ടെ, ഇനി ഏത് തത്വചിന്തയിൽ വിശ്വസിക്കുന്ന ആളും ആവട്ടെ, നമ്മുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫിലോസഫി മുഴുവൻ മറക്കുകയും അപ്പുറത്തിരിക്കുന്ന ആരാണോ നമുക്ക് എതിരായിട്ട് വരുന്നത് എന്ന് നമുക്ക് തോന്നുന്നത്, അത് വ്യക്തിയാവാം, ഒരാശയമാവാം, ഒരു മതമാവാം, ആരും ആവാം, അവരോട് നമുക്ക് ഭയങ്കരമായിട്ട് ശത്രുത തോന്നുകയും നമ്മൾ അതുവരെ വിശ്വസിച്ചു പോന്നിരുന്ന, പറഞ്ഞു പോന്നിരുന്ന, ചിന്തിച്ചു പോന്നിരുന്ന ആശയങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും. അപ്പൊ ആ സമയത്ത് കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു നന്മയുള്ള മനുഷ്യർ വന്ന് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തി തരേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്മരണകൾ ആവശ്യമാണ്. നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ഉദാത്തമായ ചിന്തയിൽ നിന്നൊക്കെ ഒരു ചെറിയ അനുഭവം, ഒരു മുള്ളൂത്തിയാൽ മതി. ഒരാൾ നമ്മളൊന്ന് തുറച്ചു നോക്കിയാൽ മതി, ഒരാൾ നമ്മളൊന്ന് ചെറുതായിട്ട് വിമർശിച്ചാൽ മതി. ആ ഒരൊറ്റ വിമർശനം മതി, നമ്മൾ ഉടനെ തന്നെ നമ്മളുടെ ഏറ്റവും സങ്കുചിതമായിട്ടുള്ള നമ്മളുടെ ആ ഒരു വലയത്തിലേക്ക് നമ്മൾ വീണുപോകും. അപ്പൊ ഗുരുനിത്യ ഇവരെ രണ്ടുപേരും വേറെ വേറെ, ആദ്യം ഇവരുടെ തന്നെ ഇവർ വിശ്വസിക്കുന്ന ദർശനത്തെയും ഇവർ വിശ്വസിക്കുന്ന തത്വചിന്തയെയും ഇവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിനെയും വെച്ചുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലുള്ള കാലുഷ്യത്തെ മാറ്റാൻ സ്നേഹപൂർവം അവരോട് സംസാരിച്ചു, ഓരോരുത്തരോടും. എന്നിട്ട് അവരെ രണ്ടുപേരെ അനുനയിപ്പിച്ച് അവരുടെ ഉള്ളിലുള്ള ആ ഒരു തീവ്രമായ നിർബന്ധ ബുദ്ധിയെ ഒന്ന് അലിയിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് മനസ്സിലാക്കാനുള്ള ഒരു അയവ് അവരുടെ ബോധത്തിൽ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇവര് രണ്ടുപേരെയും വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് വെച്ചു. പക്ഷെ ആ മീറ്റിംഗ് ഭാഗ്യം എന്ന് പറയാം, ഗുരു തന്നെ പറയുന്നത് ഭാഗ്യം കൊണ്ട് അത് വിജയിച്ചു. ആ ശ്രീലങ്കയിൽ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞു. പക്ഷേ ഇതിന്റെ ഇടയിൽ ഗുരു ഇങ്ങനെ ഇവിടെ ഇങ്ങനൊരു ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, ശ്രീലങ്കൻ ഗവൺമെന്റിന് പക്ഷത്ത് നിന്നുകൊണ്ട് ബുദ്ധിസ്റ്റുകളും അവിടുത്തെ കാത്തലിക്സും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. ഗവൺമെന്റിന്റെ ചിലവിൽ അവിടെ കഴിയുന്നു, ഗവൺമെന്റിന്റെ അതിഥിയായിട്ട് കഴിയുന്നു. അപ്പോഴേക്കും ഗുരുനിത്യ ഗവൺമെന്റിന്റെ അതിഥിയായി കഴിഞ്ഞു. ഇത് പക്ഷേ അവിടുത്തെ തമിഴ് വംശജർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ശ്രീലങ്കൻ ഗവൺമെന്റ് അന്ന് അവിടുത്തെ തമിഴ് വംശജരോട് നീതി പുലർത്തിയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അവിടെ ജീവിച്ചിരുന്ന തമിഴ് വംശജരായിട്ടുള്ള ആളുകൾക്ക് ഗവൺമെന്റിനോട് ഭയങ്കര വിരോധം ഉണ്ടായി. അപ്പൊ ഗുരുനിത്യ ഇങ്ങനെയുള്ള ഇടപെടലുകൾ നടത്തി, ഗവൺമെന്റിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് ഇടപെടലുകൾ നടത്തി എന്നുള്ളത് ഗുരുനിത്യയെ ഒരു ദിവസം വളരെ ഒരു ചായ സൽക്കാരത്തിന് വിളിച്ചു. അപ്പൊ അവര് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഈ ഒരു ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ കൂടെ നിന്നുകൊണ്ട് ആ പ്രശ്നത്തിൽ പങ്കെടുത്തത് ശരിയായില്ല, ഞങ്ങൾക്ക് അതിൽ ശക്തമായ എതിർപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഉടൻ ശ്രീലങ്ക വിട്ടു പോകണം. അത് ശ്രീലങ്ക വിട്ടു പോയില്ലെങ്കിൽ അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും, ഒരു പ്രശ്നം ഉണ്ടാക്കും, അത് ശരിയാവില്ല എന്ന് പറയും. അപ്പൊ ഗുരുനിത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇടപെട്ട മധ്യസ്ഥം വഹിച്ചിരുന്ന പ്രശ്നത്തിന് പരിഹാരമായി കഴിഞ്ഞു. അപ്പൊ അത് പരിഹാരമായി. പിന്നെ അവിടെ വന്നത് ഗുരുനിത്യ അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്നതും അവിടുന്ന് പഠിക്കുന്നതൊക്കെ ഒരുവിധം കഴിഞ്ഞു. അപ്പൊ അവിടെ ഇനിയിപ്പോ വാശിക്ക് യാതൊരു സ്ഥാനമില്ല. കാരണം എവിടെയും ഒരു താൻ കാരണം ഒരു അസ്വാരസ്യം ഉണ്ടാവരുത് എന്ന കാര്യത്തിൽ ഗുരുനിത്യക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നീട് അധിക സമയം അവിടെ നിലനിൽക്കാതെ ഗുരുനിത്യ അവിടെ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന് കുറച്ചു നാളത്തെ അവിടുത്തെ വളരെ ഹൃദ്യമായിട്ടുള്ള കുറച്ചു നാളത്തെ ശ്രീലങ്കൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദേശ യാത്രയ്ക്ക് ശേഷം തിരിച്ച് കൊളംബിൽ നിന്ന് ജാഫ്ന വഴി തൃശ്ശിനാപ്പള്ളിയിലേക്ക് തിരിച്ചു വരിക. അപ്പൊ അന്ന് ഒരുപാട് പൈസ, പല ആളുകളും കൊടുത്ത പൈസ ഒക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ നടരാജൂര് എപ്പോഴും പറയുമായിരുന്നു, നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാല് അവിടുന്ന് നമുക്ക് കിട്ടുന്ന പണം അവിടെ തന്നെ ചെലവഴിക്കണം, അത് ഇങ്ങോട്ടേക്ക് കൂട്ടി വെച്ച് കൊണ്ടുവരരുത് എന്ന്. അത് നടരാജ ഗുരുവിന്റെയും ഗുരുനിത്യയുടെയും ഒക്കെ ഒരു എത്തിക്സ് ആയിരുന്നു അത്. ഇപ്പൊ ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാല് ആ രാജ്യത്ത് നിന്ന് കിട്ടുന്ന ദക്ഷിണകൾ, അവിടുന്ന് ഇപ്പൊ കുറെ ദക്ഷിണമൊക്കെ കിട്ടുകയാണെങ്കിൽ ആ പൈസ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ച് നാട്ടിലേക്ക് അയച്ച് ഇവിടുത്തെ ബാങ്ക് ബാലൻസ് കൂട്ടണ്ട, ആ പൈസ കഴിയുന്നത്ര അവിടെ തന്നെ ചെലവഴിക്കാം, അവിടെയുള്ള
കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് ഇവിടെ വരിക. ഇവിടെ വരുമ്പോൾ ഇവിടെ എന്താണോ കിട്ടുന്നത് അതിനെ സ്വീകരിക്കുക. ഇതായിരുന്നു നടരാജ ഗുരുവിന്റെയും ഗുരുനിത്യയുടെ ഒക്കെ സാമ്പത്തിക ശാസ്ത്രം. കുറച്ച് പൈസ ഒക്കെ കൊണ്ടുവരുന്നുണ്ടായിരിക്കാം, പക്ഷെ പൊതുവെ വിദേശത്ത് നിന്ന് അവർക്ക് കിട്ടുന്ന ദക്ഷിണകള് കൂട്ടിവെച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്ന് ആശ്രമത്തെ വികസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നടരാജ ഗുരുവിനോ ഗുരുനിത്യക്കോ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് ഗുരുകുലം വികസിക്കാതിരുന്നത്. അപ്പൊ ഗുരുകുലം വികസിക്കാതിരുന്നത് അതുകൊണ്ടാണ്, വികസിപ്പിക്കാതിരുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ശ്രീലങ്കയിൽ നിന്ന് അപ്പോൾ അവിടെ പഠിപ്പിച്ചപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ച് പൈസ കിട്ടിയ ആളുകളൊക്കെ പൈസ കൊടുത്തിട്ടുള്ളതൊക്കെ ഗുരു അവിടെ തന്നെ ചെലവഴിക്കാൻ തീരുമാനിച്ചു. പക്ഷെ എന്താ, പല സ്ഥലത്തും പോയിട്ട് കുറെ ബുക്ക് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവിടെ പോയിട്ട് കുറെ പുസ്തകം വാങ്ങിക്കാൻ തീരുമാനിച്ചപ്പോൾ കടക്കാരന്റെ അടുത്ത് വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല പൈസ ഒന്നും വാങ്ങിക്കണ്ട, അങ്ങ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ അതിഥി ആയതുകൊണ്ട് പൈസ ഒക്കെ ഗവൺമെന്റ് തന്നെ തരും എന്ന് പറഞ്ഞു. അങ്ങനെ പൈസ മുഴുവൻ ഗവൺമെന്റിൽ നിന്ന് കിട്ടും എന്നുള്ള രീതി കൊണ്ട് ഈ ആരും പൈസ വാങ്ങിക്കുന്നില്ല. അവസാനം ഈ പൈസ മുഴുവൻ അവിടുത്തെ ബുദ്ധിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ദക്ഷിണയായിട്ട് കൊടുത്തിട്ടാണ് ഗുരു പിന്നെ തിരിച്ചു വരുന്നത്. അപ്പൊ ഒന്നുമില്ല കയ്യിൽ, വളരെ വളരെ ചെറിയ പൈസയെ കയ്യിലുള്ളൂ. അങ്ങനെ തൃശ്ശിനാപ്പള്ളിയിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോ ഇനി അവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ പൈസ ഇല്ല. എന്തിന്, ഈ തന്റെ ലഗേജ്, കുറെ ലഗേജ് ഉണ്ട്, പുസ്തകങ്ങളും അതും സാധനങ്ങളൊക്കെ ഉണ്ട്, ഇതെടുത്തിട്ട് എവിടെയെങ്കിലും വെക്കണം, വണ്ടിക്ക് പോകണം, എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോ ഈ കസ്റ്റംസ് ഓഫീസർ വന്നിട്ട് ആ പോർട്ടറോട് എന്തോ സംസാരിക്കുന്നതായിട്ട് ഈ എടുക്കുന്ന ആളോട്. അപ്പൊ അയാള് ഇദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. പോർട്ടർ വന്നപ്പോ പോർട്ടർ അവിടെ നിന്ന് പോയി. അപ്പൊ ഈ കസ്റ്റംസ് ഓഫീസർ ഗുരുനിത്യയോട് കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിൽക്കാൻ ആംഗ്യം കാണിച്ചു. അപ്പൊ ഗുരുനിത്യ വിചാരിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ മാറി നിന്നു. കസ്റ്റംസ് ഓഫീസർ ആളുകളുടെ പരിപാടികളൊക്കെ നടത്തി കഴിഞ്ഞപ്പോ അദ്ദേഹം വന്ന ഗുരു കാവ്യൊക്കെ ഇട്ടിട്ടാണല്ലോ. അപ്പൊ അദ്ദേഹം ആണെങ്കിൽ ഒരു തമിഴ് ബ്രാഹ്മണനാണ്, സന്യാസിമാരോട് വളരെ ഭക്തിയുള്ള ആളാണ്, വളരെ സ്നേഹമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ഗുരുനിത്യേനെ വന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങക്ക് വിരോധമില്ലെങ്കിൽ ഇന്ന് എന്റെ കൂടെ വന്ന് എന്റെ വീട്ടിൽ താമസിച്ചിട്ട് അങ്ങ് എവിടേക്കാണോ ഇനി നാളെ പോവേണ്ടത് അവിടേക്ക് ഞാൻ നാളെ പോകാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം എന്ന് ഗുരുനിത്യയോട് പറഞ്ഞപ്പോൾ ഗുരുനിത്യക്ക് സമാധാനമായി. കാരണം കയ്യിൽ പൈസയില്ല, ഇവിടുന്ന് ഇനി എങ്ങനെ പോകും, നടന്നു പോകേണ്ടി വരും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഈ ഒരു അനുഭവം ഉണ്ടാവുന്നത്. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി ഗുരുവിന് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് താമസിച്ച് പിറ്റേന്ന് രാവിലെ തിരുവനന്തപുരത്തേക്ക് നിന്ന് ട്രെയിനിന്റെ ടിക്കറ്റ് എടുത്തിട്ട് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് 100 നോട്ടുകൾ ഗുരുവിന്റെ പോക്കറ്റിലും ഗുരുവിന്റെ കയ്യിൽ ദക്ഷിണായിട്ട് കൊടുക്കുകയും ചെയ്തിട്ട് കയറ്റി വിട്ടു. ഇതാണ് കുറേയൊക്കെ പൂർണ്ണമായിട്ടും ഇങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കുറേയൊക്കെ ഗുരുനിത്യയും നടരാജ ഗുരുവൊക്കെ അവരുടെ ജീവിതത്തില് കൊണ്ടുപോയിരുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് അവരതിനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോയിരുന്നത്, ആ ഒരു ദർശനത്തെ. അപ്പൊ അങ്ങനെ ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു ടാക്സി വിളിച്ചിട്ട് അദ്ദേഹം വർക്കലയിൽ എത്തുക. അങ്ങനെ വർക്കലയിൽ കുറച്ച് ദിവസം താമസിച്ചിട്ട് വീണ്ടും വർക്കലയിൽ നിന്ന് ഗുരുകുലൊക്കെ ആയിട്ട് ഒരു കണക്ഷനൊക്കെ ഉണ്ടാക്കിയെടുത്ത് വീണ്ടും ബോംബെയിലേക്ക് ട്രെയിനിൽ തിരിച്ചു പോവുക. കാരണം ബോംബെയിൽ വീണ്ടും ചെയ്തു തീർക്കാനുള്ള പണികളുണ്ട്. അപ്പൊ ആ സമയത്ത് പ്രേംകുടീരിലെ പ്രേംപുരിജി മഹാരാജ്, ഈ പ്രേംപുരിജി എന്ന് പറയുന്ന പണ്ഡിതനായിട്ടുള്ള മനുഷ്യന്റെ എല്ലാ വാത്സല്യവും സ്നേഹവും പൂർണ്ണമായിട്ട് ഏറ്റുവാങ്ങിയിട്ടാണ് ഗുരുനിത്യ അവിടെ താമസിക്കുന്നത്, അവിടെ അദ്ദേഹത്തിന്റെ കൂടെ കഴിയുന്നത്. അങ്ങനെ അവിടെ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പ്രേംപുരിജി ഗുരുനിത്യയെ മുറിയിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ ഗുരുനിത്യ പ്രേംപുരിജിയുടെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കട്ടിലില് നീണ്ടു നിവർന്നിരിക്കുന്നുണ്ട്. പക്ഷെ വളരെ വ്യത്യസ്തമായ ഒരു ഭാവത്തിലാണ് ഇരിക്കുന്നത്, വളരെ നിസ്സംഗമായ ഭാവത്തില്, വളരെ ശാന്തമായിട്ട് ഗുരുവിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ ഇരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു നോട്ടവും ആ നോട്ടത്തിലുള്ള ഒരു നിസ്സംഗതയും ആ ഒരു വാത്സല്യവും ആ ഒരു സ്നേഹവും ആ ഒരു ഉള്ളുണർവും ഒക്കെ കണ്ടപ്പോ ഗുരുനിത്യക്ക് തോന്നി എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാവത്തിൽ അദ്ദേഹം ഇരിക്കുന്ന പോലെ തോന്നി. കുറച്ചു നേരം നോക്കിക്കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഗുരുനിത്യ അകത്ത് വന്നിരുന്നപ്പോ ഗുരുനിത്യക്ക് മനസ്സിലായി
ഇനി അദ്ദേഹം ജീവിച്ചിരിക്കില്ല, അദ്ദേഹം ശരീരം വിട്ടു പോകാൻ സമയമായിട്ടുണ്ട് എന്ന് തോന്നുകയാണ്. അപ്പൊ അന്ന് രാത്രിയിൽ ആരെങ്കിലും തന്നെ വന്ന് വിളിക്കും എന്ന ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ഗുരുനിത്യ കിടക്കാൻ പോകുന്നത്. വിചാരിച്ച പോലെ തന്നെ രാത്രി കുറച്ച് വൈകിയപ്പോൾ ഒരാൾ വന്ന് വിളിച്ചു. ചെല്ലുമ്പോൾ പ്രേംപുരിജി മഹാരാജ് അദ്ദേഹം കട്ടിലിൽ ഇങ്ങനെ നീണ്ടു നിവർന്നിരിക്കുന്നുണ്ട്, കണ്ണടച്ചിട്ട് ഇരിക്കുകയാണ്. ഈ സമാധി ആവുക എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അതായത് ചില യോഗിമാര് അവര് സമാധി ആവാറാകുമ്പോൾ അവര് എണീറ്റ് സ്വയം ഇരിക്കും, സമാധിസ്ഥനായിട്ട് ഇരിക്കും, ഇരുന്ന് അങ്ങനെ അങ്ങ് ജീവൻ വെടിയും. അപ്പൊ അങ്ങനെ പ്രേംപുരിജി ഇരുന്ന് സമാധിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഗുരു കാണുന്നത്. ഗുരു ചെന്ന് നാഡി പിടിച്ചു നോക്കിയപ്പോൾ നാഡിയില്ല. ഡോക്ടറെ വിളിച്ചു, അദ്ദേഹം പോയി. പ്രേംപുരിജി അന്ന് ബോംബെ നഗരം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ഗുരുവാണ്, എല്ലാ ധനാഢ്യന്മാരുടെയും ഗുരുവാണ്. അപ്പൊ ഉടനെ തന്നെ ഗുരുവിന് അറിയാം ഇഷ്ടംപോലെ സ്വത്തുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നറിയാം. അങ്ങനെ ഗുരു മന്ത്രിമാരെ വിളിക്കുന്നു, കേന്ദ്രമന്ത്രിയെ വിളിക്കുന്നു. അപ്പൊ മന്ത്രിമാർ ഉടനെ തന്നെ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് അവിടെ വന്ന് അവിടെയുള്ള എല്ലാ സ്വത്തുവകകളും, സോളിഡ് ആയിട്ടുള്ള പണം കുറെ ഉണ്ടാവും, അവരൊക്കെ തപ്പാൻ തുടങ്ങി നോക്കുമ്പോൾ അവിടെ ഒന്നും പൈസ ഒന്നും കാണുന്നില്ല. പിന്നെ ഓരോ പുസ്തകങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഓരോ പുസ്തകത്തിന്റെ ഇടയിലും കവറിൽ ഇങ്ങനെ ഓരോരുത്തർ കൊടുത്ത ദക്ഷിണകളൊക്കെ ഓരോ കവറുകളും ഓരോ പുസ്തകത്തിന്റെ ഇടയിൽ വെച്ചുള്ളത് അന്ന് ലക്ഷക്കണക്കിന് രൂപയാണ്. ഉടനെ അതൊക്കെ ബാങ്ക് എടുത്തു കൊണ്ടുപോയി. അവസാനം ഇദ്ദേഹത്തിന്റെ വില്ലില് ഇദ്ദേഹത്തിന്റെ എല്ലാ സ്വത്തും ഏറ്റെടുത്ത് നടത്താനുള്ള അവകാശം ഗുരുനിത്യയുടെ പേരിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഗുരുനിത്യ തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി പ്രേംപുരിജിയുടെ പേരിലുള്ള പ്രേം കുടീരും അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഗുരുനിത്യയുടെ നേതൃത്വത്തിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ഏറ്റെടുത്ത് നടത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു വില്ലാണ് പ്രേംപുരിജി എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ ബോംബെക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് വന്ന ഒരാളെ ആ ഒരു വലിയ ആശ്രമത്തിന്റെ മുഴുവൻ സ്വത്തിന്റെ കാര്യസ്ഥനാക്കുക എന്ന് പറയുന്നത് അവർക്ക് സമ്മതമല്ല. അപ്പൊ അവരൊക്കെ ആകെ കൺഫ്യൂസ്ഡ് ആയി, ആകെ പ്രശ്നത്തിലായി. പെട്ടെന്നൊരു തീരുമാനം എടുക്കാനും പറ്റില്ല. ഈ പ്രേംപുരിജിയുടെ സമാധിയായിട്ട് ശരീരം അടക്കിയിട്ടില്ല. അങ്ങനെ പ്രേംപുരിജിയുടെ ശരീരം ഋഷികേശിൽ കൊണ്ടുപോയിട്ടാണ് അവിടുത്തെ ഗംഗയിലാണ് അദ്ദേഹത്തിന്റെ ജലസമാധിയാണ്. ഗംഗയിൽ ഒരു പെട്ടിയിലാക്കിയിട്ട് അവിടെ ഒഴുക്കി കളയാണ് ചെയ്യുക. അങ്ങനെ ഒഴുക്കി കളഞ്ഞപ്പോ ഗുരുനിത്യ അവിടെ ചെന്നിട്ട് എല്ലാവരും വിളിച്ചിട്ട് അടുത്ത ആശ്രമത്തിന്റെ അധിപനായിട്ട് ഗണേശാനന്ദപുരി എന്ന് പറയുന്ന വളരെ സാത്വികനായിട്ടുള്ള പ്രേം കുടീരിലെ മറ്റൊരു സന്യാസിയായിരുന്നു ഗണേശാനന്ദപുരി ആയിരിക്കും ഇനി പ്രേം കുടീരിന്റെ ചുമതല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഏൽപ്പിക്കുക. അതെല്ലാവർക്കും ഷോക്കായി. കാരണം ഒരു സുവർണാവസരം വന്നിട്ട് തനിക്ക് എല്ലാ സ്വത്തും സ്വന്തമാക്കി രാജകീയമായ ഒരു സന്യാസിയായി മഠാധിപതിയായി വാഴാവുന്ന, എല്ലാ സുഖലോലുപതയിലും ജീവിക്കാവുന്ന ഒരു മഹാമണ്ഡലേശ്വരനൊക്കെ ആയി നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സന്യാസിയായി രാജകീയമായിട്ട് ഒരുപാട് സ്വത്തിന്റെ നടത്തിപ്പുകാരനായി അവകാശിയായിട്ടൊക്കെ ജീവിക്കാവുന്ന ഒരു സ്ഥാനം വന്നു ചേർന്നിട്ട് അത് മുഴുവന് ഉപേക്ഷിക്കുന്ന ഒരു സന്യാസിയെ കണ്ടപ്പോൾ അവർക്കൊക്കെ വണ്ടറായി. പക്ഷെ ഗണേശാനന്ദ സ്വാമിയും ഈ പറയുന്നത് പോലെ യാതൊരു ആർത്തിയില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അധികാരം കൊടുത്തപ്പോ ഈ കൂടെ ഉണ്ടായിരുന്ന ഇത് പണത്തിന്റെ ഒരു പ്രശ്നം അതാണ്. ഈ പണം വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് വിസ്ഡം ഇല്ല, അറിവുമില്ല, സന്യാസമൊന്നുമില്ല. പിന്നെ അതിന്റെ മുകളിലാണ് അടിപിടി തെറാപ്പി മൊത്തം നടക്കുക. ഈ ആശ്രമത്തിന്റെ ഒരു പറ്റ ആളുകള് ഈ ഗണേശാനന്ദപുരി സ്വാമിജിക്കെതിരെ കേസ് കൊടുത്തു കോടതിയിൽ. അപ്പൊ തന്നെ അവിശ്വസിക്കുന്നു, തനിക്ക് കേസ് കൊടുത്തു നടപ്പോ ഗണേശാനന്ദപുരി അടുത്ത വണ്ടിക്ക് സ്ഥലം വിട്ടു, ഹരിദ്വാറിലേക്ക്. എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് സ്ഥലം വിട്ടു. അപ്പൊ അദ്ദേഹം അവിടെ സ്ഥലം വിട്ടപ്പോ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കുറെ ഭക്തന്മാര് ഹരിദ്വാറിലേക്ക് പിന്നാലെ ചെന്നിട്ട് അദ്ദേഹത്തിന് അവിടെ ഒരു ആശ്രമം വെച്ചു കൊടുത്തു. അതേപോലെ തന്നെ മലബാർ ഹിൽസില് കുറെ ആൾക്കാർ ഇദ്ദേഹത്തിന് അവിടെ ഒരു ആശ്രമം വെച്ചു കൊടുത്തു. കാരണം ഗണേശാനന്ദപുരി അത്രയും സാത്വികനായിട്ടുള്ള ഒരു മനുഷ്യനെ സംശയിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, ഈ രണ്ട് ആശ്രമങ്ങൾ ഉണ്ടായി. അവസാനം ഈ കേസ് കൊടുത്ത ആളുകൾക്ക് മനസ്താപം വന്ന്, കുറ്റബോധം വന്ന് അവര് കേസ് പിൻവലിച്ചു. അവസാനം എല്ലാവരെയും വിളിച്ചിരുത്തി കംപ്ലീറ്റ് സെറ്റിൽ ചെയ്ത് സമാധാനിപ്പിച്ച് ഇനി എല്ലാം ഭംഗിയായിട്ട് നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഗുരുനിത്യ അടുത്ത വണ്ടിക്ക് അവിടുന്ന് നേരെ സ്ഥലം വിട്ടു, ഫേൺ ഹില്ലിലേക്ക് വന്നു. അപ്പൊ ഇതിന്റെ ഇടയില് നടരാജൂര് ബോംബെയിൽ വന്നപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ
ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതും ആ പ്രശ്നങ്ങളൊക്കെ വളരെ രമ്യമായിട്ടും വളരെ നിസ്വാർത്ഥമായിട്ട് തന്റെ ശിഷ്യൻ പരിഹരിച്ചതും ഇങ്ങനെ ഒരു വലിയ അവസരം ഉണ്ടായപ്പോൾ ആ ഒരു അബ്സല്യൂട്ട് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അതിൽ നിന്ന് തന്റെ സ്വാതന്ത്ര്യത്തെയും തന്റെ അറിവിനെയും ബാധിക്കാത്ത നിലയിൽ സമ്പത്തിനോ അധികാരത്തിനോ പ്രശസ്തിക്കോ ഒന്നും സ്ഥാനം കൊടുക്കാതെ നിഷ്പക്ഷമായൊരു നിലയിൽ നിന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഗുണകരമാകുന്ന രീതിയിൽ ഒരു കൃത്യമായ വ്യവസ്ഥയുണ്ടാക്കി അത് വളരെ സമാധാനപരമായി അവസാനിപ്പിച്ച തന്റെ ശിഷ്യന്റെ പ്രവൃത്തിയിൽ ഗുരുവിന് അതീവ സന്തോഷം തോന്നുകയും ഗുരുവിനെ അഭിനന്ദിക്കുകയും ചെയ്തു. എനിക്ക് അഭിമാനം തോന്നുന്നു എന്നൊക്കെ ഗുരുനിത്യയോട് നടരാജഗുരു പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നടരാജഗുരുവിന്റെ കൂടെ നേരെ ബോംബെയിൽ നിന്ന് തിരിച്ച് ഫേൺഹില്ലിലേക്ക് വരികയാണ്. അപ്പൊ ഫേൺഹില്ലിൽ എത്തുന്ന ആ സമയത്ത് നടരാജഗുരു നാരായണ ഗുരുവിന്റെ ദർശനമാലയ്ക്ക് സമഗ്രമായ ഒരു പഠനം കുറെ വർഷങ്ങളായിട്ട് 10-35 വർഷമായിട്ട് നാരായണ ഗുരുവിന്റെ കൃതികൾ വളരെ ആഴത്തിൽ പഠിക്കുകയും അത് ലോകത്തിലെ പാശ്ചാത്യവും പൗരസ്ത്യവുമായ എല്ലാ ദർശനധാരകളുമായി ചേർത്ത് വെച്ച് നടരാജഗുരു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ദർശനമാല എന്ന് പറയുന്ന നാരായണ ഗുരുവിന്റെ കൃതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ബൃഹത്തായ ഒരു ഗ്രന്ഥരചന നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനത്തിന്റെ കാലത്തിലൂടെ കടന്നു പോവുകയായിരുന്നു 35 വർഷമായിട്ട് നടരാജഗുരു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നീട് ബോംബെയിൽ നിന്ന് ഫേൺഹില്ലിൽ ഗുരുനിത്യ എത്തിയപ്പോ ആ ഒരു പഠനം കുറച്ചും കൂടി ആഴത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ ഗുരുനിത്യയും നടരാജഗുരുവും കൂടി ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ ദർശനധാരകളെയും നിശ്ചിതമായ വിമർശന ബുദ്ധിയോടുകൂടി പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഓരോ പുസ്തകം പഠനത്തിന് എടുക്കുമ്പോഴും നടരാജഗുരു അങ്ങ് തീരുമാനിക്കും ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഗുരുനിത്യയാണ്. എന്നിട്ട് വിമർശിക്കുമ്പോൾ ആ പുസ്തകം എഴുതിയിട്ടുള്ളത് നിത്യനാണെന്നുള്ള രീതിയിൽ നിത്യനോ വിമർശിക്കാൻ തുടങ്ങും. അവസാനം ഇടയ്ക്ക് നിത്യനെ ഉറക്കെ വിളിച്ചു പറയേണ്ടി വരും ഗുരുവിനോട്, ഗുരു ഇത് ഞാൻ എഴുതിയതല്ല, ഇത് വേറെ ആൾ എഴുതിയതാണ്, എന്റെ മെക്കെട്ട് എന്തിനാ കയറുന്നത് എന്നുള്ള രീതിയിൽ ഇവര് തമ്മില് കടുത്ത സംഘട്ടനവും സംഘർഷവും പാരസ്പര്യവും ഒക്കെ നിറഞ്ഞ വളരെ ആരോഗ്യപരമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരുപക്ഷെ ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആമുഖത്തില് നടരാജഗുരു എഴുതുന്നുണ്ട്, ഒരുപക്ഷെ ഒരു ശിഷ്യൻ എന്ന നിലയിൽ നിത്യന് പ്രയോജനപ്പെട്ടേക്കും എന്ന് കരുതിയാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത്. ഒറ്റ ശിഷ്യന്, തന്റെ ശിഷ്യനായിരിക്കുന്ന നിത്യന് ഒരുപക്ഷെ ഇത് പ്രയോജനപ്പെട്ടേക്കാം എന്ന് കരുതി മാത്രം ഒരു ഗുരു 10-40 വർഷമായി നിരന്തരമായി പഠിച്ചിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഒരു ആഴം, ഒരു വ്യാപ്തി എത്രയാണെന്നുള്ളതാണ്. എന്തൊരു അത്ഭുതമുള്ള ബന്ധം അത്. അല്ലാതെ ഒരുപാട് ആളുകളിലേക്ക് എത്തണം അങ്ങനെയൊന്നുമല്ല. നമ്മളൊക്കെ ഈ ക്ലാസ്സിലൊക്കെ പോകുമ്പോ വല്ല പ്രഭാഷണങ്ങൾക്കൊക്കെ പോയിട്ട് വരുമ്പോ സുഹൃത്തുക്കൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എത്ര ആൾക്കാരുണ്ടായിരുന്നു ക്ലാസ്സിൽ. പണ്ട് ഗുരുനിത്യ പറയും, എനിക്ക് 2 ആള് മതി, ഒരാള് മതി. പാരസ്പര്യത്തോടു കൂടി എന്റെ മുൻപിലിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഒരു ജന്മം മുഴുവൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതാണ് ഗുരു ശിഷ്യ ബന്ധം. തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ഗുരുനിത്യ എന്ന് പറയുന്ന ഒരാളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ശിഷ്യന് ഇതൊരു പക്ഷെ പ്രയോജനപ്പെട്ടേക്കുമെന്ന് കരുതി മാത്രം ഒരു ഗുരു ഒരു പുസ്തകം എഴുതുന്നു. ഗുരു ലോകത്തിന് വേണ്ടി മുഴുവനാണ് എഴുതുന്നതെങ്കിലും ഉള്ളിൽ കാണുന്നത് ഒരാളെയാണ്. അപ്പൊ ആ ആളെ തന്നെ മുൻപിലിരുത്തി യാതൊരു തരത്തിലുമുള്ള പഴുതുകളുമില്ലാതെ എല്ലാ പഴുതുകളും അടയ്ക്കാൻ വേണ്ടി എല്ലാ ദർശനധാരകളെയും എടുത്തുകൊണ്ടുവന്ന് വെച്ച് നിശ്ചിതമായ വിമർശനത്തിന് വിധേയമാക്കി എല്ലാ ദർശനങ്ങളിലൂടെയും സ്ഥൂലമായും സൂക്ഷ്മമായും കടത്തിവിടുന്ന ഒരു ഗുരുശിഷ്യൻ ബന്ധത്തിന്റെ ദൈക്ഷണികമായ ധ്യാനാത്മകമായ ഒരു വലിയ സഞ്ചാരമാണ് പിന്നെ ഫേൺഹില്ലിൽ കാണുന്നത്. ഇതൊക്കെ ഗുരുനിത്യയെ രൂപപ്പെടുത്താൻ എത്രമാത്രമാണ് സഹായിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ 1957 കാലത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രഭാഷണ, ഈ ഒരു ക്ലാസ് ഇങ്ങനെ ഒരു മൂർച്ഛിച്ച് തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലെത്തുന്ന സമയത്ത് നടരാജഗുരു ഗുരുനിത്യയും പോൾ എന്ന് പറയുന്ന ഒരു സുഹൃത്തും കൂടിയിട്ട് ഹിമാലയ യാത്രയ്ക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ഗുരുനിത്യക്ക് അപ്പോ 33-34 വയസ്സായിരിക്കും പ്രായം. അങ്ങനെ അപ്പൊ ഗുരുനിത്യക്കാണെങ്കിൽ പഞ്ചാബ് ആയിക്കോട്ടെ, ഋഷികേശ് ആവട്ടെ, ഹരിദ്വാർ ആവട്ടെ, ഹിമാലയ പ്രദേശങ്ങളും എല്ലാ സ്ഥലങ്ങളും നല്ല പരിചയമാണ്.
അപ്പൊ എല്ലാവരായിട്ട് പാരസ്പര്യം, അപ്പൊ തന്റെ ഗുരുവിനെ, നടരാജ ഗുരു ആണെങ്കിൽ അങ്ങനെ അധികം യാത്ര ഒന്നും ചെയ്തിട്ടില്ല ഇന്ത്യയിൽ, വളരെ കുറച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടരാജ ഗുരുവിനെ ഹിമാലയ പ്രദേശങ്ങളും ഗംഗയും ഹിമാലയം ഒക്കെ കാണിച്ചു കൊടുക്കാനും ഈ ആശ്രമങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോകാനൊക്കെ വേണ്ടി ശിഷ്യൻ ഗുരുവിനെ ഹിമാലയം കാണിക്കാൻ കൊണ്ടുപോവുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നടരാജ ഗുരുവും ഗുരുനിത്യയും പോളും കൂടി ഹിമാലയത്തിലേക്ക് യാത്ര പോവുകയാണ്. പഞ്ചാബിലും ഹരിദ്വാറിലും ഋഷികേശിലൂടെയും ഒക്കെ കടന്ന് വ്യത്യസ്തമായ ആശ്രമങ്ങൾ സഞ്ചരിച്ച് ഓരോ ആശ്രമങ്ങളിൽ ചെല്ലുമ്പോഴും നടരാജ ഗുരുവിനെ അവര് വളരെ ജ്ഞാനിയായ ഒരു മഹാഗുരുവിനെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിച്ചിരുത്തി. ആളുകളൊക്കെ വന്ന് നടരാജ ഗുരുവിന്റെ ക്ലാസ്സുകൾ കേൾക്കും. പലതരത്തിലുള്ള സംവാദങ്ങൾ ഉണ്ടാവും. നടരാജ ഗുരുവിനാണെങ്കിൽ ഈ നോർത്ത് ഇന്ത്യൻ ഭക്തിയൊന്നും അങ്ങനെ സഹിക്കില്ല. നിശ്ചിതമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കും. ചിലരൊക്കെ പിണങ്ങും, ചിലർ കൂടുതൽ ഇണങ്ങും. ആ ഗുരുനിത്യയ്ക്ക് ഒരുപാട് തലവേദനകൾ ഉണ്ടാവും. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഗുരുനിത്യയും നടരാജൂരും പോളും തമ്മിൽ ഒരുപാട് സംവാദങ്ങൾ നടക്കും. ഈ യാത്രയില് നീലഗിരിയിൽ നിന്ന് ട്രെയിൻ കയറി അവരാ ഹിമാലയ യാത്രയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് ട്രെയിനിൽ ഇരുന്നിട്ടാണ് ദർശനമാലയുടെ ആമുഖം നടരാജഗുരു ഗുരുനിത്യക്ക് പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കുന്നത്. ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഇരുന്നാൽ പിന്നെ എഴുതിക്കോളൂ, നമുക്ക് ആമുഖം എഴുതാമെന്ന് പറഞ്ഞിട്ട് എഴുത്ത് തുടങ്ങുകയാണ്. അങ്ങനെ കുറച്ച് മാസങ്ങൾ നീണ്ടു നിന്ന വളരെ ഹൃദ്യമായ ഒരു ഹിമാലയം യാത്രയ്ക്ക് ശേഷം അവര് തിരിച്ച് ഇവിടെ എത്തും, ഊട്ടിയിൽ തിരിച്ചെത്തും. അപ്പൊ ആ ഒരു ഹിമാലയം യാത്ര, അവര് നടത്തിയിട്ടുള്ള ഒരു ഹിമാലയ യാത്രയും ആ ഹിമാലയ യാത്രയിൽ അവർ കണ്ടതും അതേപോലെ തന്നെ നടരാജൂര് പോകാനിടയായ ഇടങ്ങളും ആളുകളായിട്ട് നടത്തിയിട്ടുള്ള ഇന്ററാക്ഷൻസും ഒക്കെ നമുക്ക് നാളെ സംസാരിക്കാം.